കൊർന്നേലിയസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയല്ല. കൊർന്നേലിയസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യനൊന്നും അല്ല. ഒരു യേശു ക്രിസ്തുവിനെ അറിയാത്ത, സുവിശേഷം കേൾക്കാത്ത, ഒരിക്കൽ പോലും കർത്താവിൻ്റെ അത്ഭുതങ്ങളൊന്നും കാണാത്ത ഒരു റോമൻ സൈന്യത്തിലെ ഒരു ശതാധിപനാണ്. ഇപ്പം നാനാജാതി മതസ്ഥർ ജീവിക്കുന്നത് അതുപോലെ ഒരു മനുഷ്യൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. എന്നാൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ദൈവഭയമുള്ളവൻ. അദ്ദേഹം ഹൃദയം കൊണ്ട് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ ദൈവഭയം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു ദൂതൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വരികയാണ്. അപ്പോസ്തലൻ പറഞ്ഞ 10-ാം അധ്യായം 30-31 വാക്യങ്ങൾ. പത്രോസ് അപ്പോസ്തലനെ ആളയച്ച് വരുത്തി ഈ കാര്യങ്ങൾ കൊർന്നേലിയസ് വിവരിക്കുന്നുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സസ് 30 and 31. കൊർന്നേലിയസ് മറുപടി പറഞ്ഞു, 4 ദിവസം മുമ്പ് ഈ സമയത്ത് വീട്ടിൽ വെച്ച് ഞാൻ 9-ാം മണിക്കൂറിലെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരാൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ പറഞ്ഞു, കൊർന്നേലിയൂസ്, കൊർന്നേലിയൂസേ. പേര് വിളിക്കുകയാണ്. തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ്, പ്രഭ കൊണ്ട് നിറഞ്ഞ്, മുറിയല്ല പ്രഭ കൊണ്ട് നിറഞ്ഞ്, സ്വർഗീയ സ്വരങ്ങൾ മുറിയിൽ കേൾക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവദൂതന്മാർ ഇറങ്ങി വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് ഇന്ന് സംഭവിക്കും. സാധാരണ ജനങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് വലയം ചെയ്യും. ഈശോയെ ആശ്രയിക്കുന്ന, വിശ്വസിക്കുന്ന, കാത്തിരിക്കുന്ന, ശരിക്കും പച്ചയായ ഒരു ദൈവഭക്തിയുള്ള ഒരു ഹൃദയവും മനസ്സുണ്ടെങ്കിൽ ദൈവം അവിടെ ഇറങ്ങി വരും. ഒരു വീട്ടിൽ എന്നതുപോലെ അവിടുന്ന് അവിടെ നിറയും, അവിടുന്ന് അവിടെ നടക്കും, അവിടുന്ന് അവിടെ വ്യാപരിക്കും, അവിടുത്തെ സാന്നിധ്യത്തിന് അടയാളങ്ങൾ കാണിക്കും, അവിടുത്തെ ശക്തി പ്രകടിപ്പിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യത്തെക്കുറിച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം.